നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ 65 ഈസി ആയിട്ട് വീട്ടിലും റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ടയും 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുറംഭാഗയ്ക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരാനായിട്ട് കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ല ചൂടായ ഓയിലിലേക്കിട്ട് 2 വശം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ ഓയിലിലേക്ക് തന്നെ 2 തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും പതുക്കെ ഒന്നങ്ങ് ഫ്രൈ ചെയ്ത് ഈ ചിക്കനിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ രുചി ഒന്നും കൂടി കൂടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂടോടുകൂടി ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയോ പൊറോട്ടയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.